Hello everyone. Welcome back to Xylem. Welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ, നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ആ ചാപ്റ്റർ ഇറ്റ് സെൽഫ് ഈസ് കോംപ്ലിക്കേറ്റഡ് ഗിവൺ ദാറ്റ് അതിന് ഭയങ്കര നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു നറേഷനാണ് ഉള്ളത്. അതിന്റെ ഓർഡർ കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ജനറലി കുട്ടികൾക്ക്. ആൻഡ് നമ്മൾ ഉറപ്പായിട്ടും ആ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന്റെ ഒരു നറേഷനോ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പരീക്ഷയ്ക്ക് ഉറപ്പായും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 7 മാർക്ക് നമുക്കൊരു 7 മിനിറ്റ് കൊണ്ട് ഒപ്പിച്ചാലോ? ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന രീതിയിൽ ആ ചാപ്റ്റർ ഓർമ്മിച്ച് വെച്ചാൽ അത്രമേൽ സിമ്പിളായി, അത്രമേൽ സിസ്റ്റമാറ്റിക് ആയി നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ റിവൈസ് ചെയ്യാനും ഓർമ്മിച്ചെടുത്ത് പരീക്ഷയിൽ എഴുതാനും ഒക്കെ പറ്റും. സോ ഹിയർ വി ഗോ. ഞാൻ ഈ പറയുന്ന 4 പോയിന്റ്സ് ആണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഒന്നാമത്തത് മിസ്റ്റർ ജോൺസ് പാസ്റ്റ് ആൻഡ് സൂയിസൈഡ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മിസ്റ്റർ ജോണിന്റെ പാസ്റ്റും ആ സൂയിസൈഡ് അറ്റംപ്റ്റുമാണ് ഒന്നാമത്തെ സെഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? AJ ക്രോണിൻസ് ഹെൽപ്സ് മിസ്റ്റർ ജോൺ. AJ ക്രോണിൻ മിസ്റ്റർ ജോണിനെ സഹായിക്കുന്നു. ഡോക്ടർ ആയിട്ടുള്ള AJ ക്രോണിൻ മിസ്റ്റർ ജോണിനെ സഹായിക്കുന്നു. മൂന്നാമത്തത് സെക്കൻഡ് ലൈഫ് ഓഫ് മിസ്റ്റർ ജോൺ, മിസ്റ്റർ ജോണിന്റെ രണ്ടാം ജന്മം. നാലാമത്തത് ദ വർക്ക് ഓഫ് റിഡംഷൻ, മോക്ഷ പ്രവൃത്തി. എന്താണ് മിസ്റ്റർ ജോണും മിസ്റ്റർ ജോണും കഴിഞ്ഞ 15 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ 4 പോയിന്റ്സ് ഓർഡറിൽ പഠിച്ച് അതിന്റെ സബ് പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ ഫോർ ദി എക്സാമിനേഷൻ. ആൻഡ് ഹിയർ കംസ് ദ ഫസ്റ്റ് പോയിന്റ്. മിസ്റ്റർ ജോണിന്റെ പാസ്റ്റ് ആണ് ആദ്യത്തെ പോയിന്റ്. ഇത്ര ഓർമ്മിച്ച് വെച്ചാൽ മതി. ദ യങ് ജോൺ വാസ് ആൻ ഓർഫൺ. യങ് ജോൺ ആരായിരുന്നു? ഒരു അനാഥനായിരുന്നു. ആൻഡ് ഹിസ് അങ്കിൾ ഫൗണ്ട് ഹിം എ ജോബ് ഇൻ ദ ടൗൺ. സോ അവന്റെ അങ്കിള് ടൗണിൽ അവൻ്റെ ജോലി കണ്ടുപിടിച്ചു കൊടുക്കുന്നു. എനിക്കറിയാം, നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്താ? an uncle had found him a job or a position as a clerk in a London solicitor's office. രണ്ടാമത്തെ പോയിന്റ്. soon he made bad companions. മോശം കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു ലണ്ടൻ നഗരത്തിൽ. and like a young fool ran after the pleasures of life. ഒരു ചെറുപ്പക്കാരനായ വിഡ്ഢിയെ പോലെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് പിന്നാലെ, അവന്റെ മീൻസിന്, അവന്റെ വരുമാനത്തിന് ബിയോണ്ട് അപ്പുറമുള്ള സുഖ സൗകര്യങ്ങൾക്ക് പിന്നാലെ പായുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? he borrowed huge amounts. അവന്റെ സ്മോൾ സേവിങ്സ് ഒക്കെ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട്. he lost all his small savings and he borrowed huge amounts and pledged all his belongings. അവന്റെ എല്ലാ ബിലോങ്ങിങ്സും അവൻ പ്ലെഡ്ജ് ചെയ്യുന്നു. അവൻ വലിയ ഹ്യൂജ് അമൗണ്ട്സ് കടമേടിക്കുന്നു. ആൻഡ് അവസാനം എന്ത് ചെയ്യുന്നു? he stole a sum of money from his office safe. അവന്റെ ഓഫീസ് സേഫിൽ നിന്ന് ഒരു സം ഓഫ് മണി എടുക്കുന്നു. ആൻഡ് ഗാംബിൾഡ്. എന്നിട്ട് ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയിൽ ഗാംബിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഗാംബിളിലും അവൻ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. he lost everything and finally decided to end his own life. എല്ലാം നഷ്ടപ്പെടുന്നു, ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഇതാണ് എന്ത്? ദ പാസ്റ്റ്. ഇനി അടുത്തത് ദ ഹെൽപ്പ് ആണ്. എങ്ങനെയാണ് AJ ക്രോണിൻ മിസ്റ്റർ ജോണിനെ ഹെൽപ്പ് ചെയ്തത്? ഹിയറിംഗ് ദിസ് പാത്തറ്റിക് സ്റ്റോറി, ഈ പാത്തറ്റിക് ആയിട്ടുള്ള കഥ കേട്ടപ്പോൾ ഡോക്ടർ AJ ക്രോണിൻ, ദ സർജൻ ആൻഡ് ദ ലാൻഡ് ലേഡി ഡിസൈഡഡ് ടു ഹെൽപ്പ് ഹിം. മിസ്റ്റർ ജോണിനെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. ടു മേക്ക് എ ഫ്രഷ് സ്റ്റാർട്ട് ഇൻ ഹിസ് ലൈഫ്. അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊടുക്കാൻ വേണ്ടി. അതിനുശേഷം ഓരോരുത്തരും എങ്ങനെ ഹെൽപ്പ് ചെയ്തു? സർജൻ അറ്റ് കൺസിഡറബിൾ റിസ്ക് ടു ഹിസ് ജോബ് ഡിസൈഡഡ് ഓർ റിസോൾവ്ഡ് നോട്ട് ടു റിപ്പോർട്ട് അപ്പോൺ ദ കേസ്. തന്റെ ജോലിക്ക് കൺസിഡറബിൾ ആയിട്ടുള്ള റിസ്ക് ഉണ്ടായിട്ടും എന്ത് ചെയ്തു? ഡിസൈഡഡ്, തീരുമാനിച്ചു. ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് റിസോൾവ്ഡ്. നോട്ട് ടു റിപ്പോർട്ട് അപ്പോൺ ദ കേസ് അഗെയിൻസ്റ്റ് ദ യങ് മാൻ. യങ് മാനെതിരെ എന്ത് ചെയ്യാതിരിക്കാൻ? കേസ് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ തീരുമാനിച്ചു. അടുത്തത് ലാൻഡ് ലേഡി എന്ത് ചെയ്തു? ലാൻഡ് ലേഡി 1 മാസത്തേക്ക് ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ത് ചെയ്തു? ഫ്രീ ആയിട്ട് ഓഫർ ചെയ്തു. അടുത്തത് ഡോക്ടർ AJ ക്രോണിൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? he gave him 7 pounds and 10 shillings. 7 പൗണ്ടും 10 ഷില്ലിങ്സും കൊടുക്കുന്നു. ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ്. ഓഫീസ് സേഫിൽ തിരിച്ചു വെക്കാൻ വേണ്ടി. സോ ദാറ്റ് he could escape from the theft case. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, ദ സെക്കൻഡ് ലൈഫ്, രണ്ടാം ജന്മം. ഫോർ ജോൺ ഇറ്റ് വാസ് ലൈക്ക് എ സെക്കൻഡ് ലൈഫ്. ജോണെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രണ്ടാം ജന്മമായിരുന്നു. ഹി ആൻഡ് ഹിസ് വൈഫ് എൻഗേജ്ഡ് ഇൻ സേവിംഗ് ദ ലൈഫ്സ് ഓഫ് ബാക്ക്വേർഡ് മാൽഅഡ്ജസ്റ്റഡ് ഡെലിംഗ്വന്റ് യൂത്ത്. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ പിന്നോക്കം നിൽക്കുന്ന, സോഷ്യലി എക്കണോമിക്കലി പിന്നോട്ട് നിൽക്കുന്ന. മാൽഅഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഹാവിംഗ് പ്രോബ്ലംസ് വിത്ത് അഡ്ജസ്റ്റിംഗ് വിത്ത് ദ സോഷ്യൽ നോംസ്, സമൂഹമായി ഒരുമിച്ച് പോകാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ മാനസിക പ്രശ്നങ്ങളുള്ള. ഡെലിംക്വന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോയിങ് ടെൻഡൻസി ടു കമ്മിറ്റ് ക്രൈം, കുറ്റവാസനയുള്ള. സോ ഇതുപോലെയുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള, മാൽഅഡ്ജസ്റ്റഡ് ആയിട്ടുള്ള, ഡെലിംക്വന്റ് ആയിട്ടുള്ള
നഗരത്തിലെ ചേരികളിൽ നിന്നുള്ള, സിറ്റി സ്ലം മീൻസ് നഗരത്തിലെ ചേരികളിൽ നിന്നുള്ള യുവാക്കളെയും യുവതികളെയും അവർ എന്ത് ചെയ്തു, അവർ സംരക്ഷിച്ചു. ഹി ആൻഡ് ഹിസ് വൈഫ് ഹാഡ് വർക്ക്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ ഫോർ ദ പാസ്റ്റ് 15 years. അദ്ദേഹത്തിന്റെ വൈഫും കഴിഞ്ഞ 15 വർഷമായി യൂത്ത് വെൽഫെയർ, യുവജനക്ഷേമത്തിന്റെ വിഭാഗത്തിൽ അല്ലെങ്കിൽ മേഖലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. നാലാമത്തെ ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ വർക്ക് ഓഫ് റിഡംഷൻ എന്നാണ്. റിഡംഷൻ എന്ന് പറഞ്ഞ വേർഡിന്റെ മലയാളം മോക്ഷം എന്നാണ്. ദ ആക്ട് ഓഫ് സേവിങ് ഫ്രം എ സിൻ, ഒരു പാപത്തിൽ നിന്ന് രക്ഷിക്കുക, അതിനാണ് റിഡംഷൻ എന്ന് പറയാം. നോക്കൂ, ഹി വാസ് എ സോളിസിറ്റർ ബൈ പ്രൊഫഷൻ. മിസ്റ്റർ ജോൺ പ്രൊഫഷൻ കൊണ്ട്, തൊഴിൽ കൊണ്ട് ഒരു സോളിസിറ്റർ ആണ്. ബട്ട് ഹി ഓൾസോ ഫൗണ്ട് ടൈം, അദ്ദേഹം സമയം കണ്ടെത്തി എന്തിന്, ടു ആക്ട് ആസ് ദ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഒരു സന്നദ്ധ സംഘടനയുടെ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടർ ആയിട്ട് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന്റെ വക്കീൽ പണിക്ക് പുറമെ, സോളിസിറ്റർ ലോയർ പണിക്ക് പുറമെ അദ്ദേഹം സമയം കണ്ടെത്തി. ആർക്ക് വേണ്ടിയാണ് ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡിവോട്ട് ചെയ്തിട്ടുള്ളത്, സമർപ്പിച്ചിട്ടുള്ളത്? ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഫ്രം സിറ്റി സ്ലംസ്. ഇനി അവൻ എന്താണ് ചെയ്തത്? അവർ കുട്ടികളെ എടുക്കുന്നു, വെക്കുന്നു, ശരിയാക്കുന്നു, പറഞ്ഞയക്കുന്നു. മനസ്സിലായില്ല? ദേ അഡോപ്റ്റഡ് ഡെറലിക്ട് adolescents ഫ്രം ജുവനൈൽ കോർട്സ്, പ്ലേസ് them in a healthy environment, heal them in mind and body and send them back to the real world as socially responsible citizens. ഞാൻ പറഞ്ഞുതരാം. ദേ അഡോപ്റ്റഡ് ഡെറലിക്ട് adolescents ഫ്രം ജുവനൈൽ കോർട്സ്. അവർ കുട്ടികളുടെ കോടതിയിൽ നിന്ന് ഡെറലിക്ട് ആയിട്ടില്ല. ഡെറലിക്ട് എന്ന് പറഞ്ഞാൽ അബാൻഡൻഡ് എന്നാണ്, ഉപേക്ഷിക്കപ്പെട്ട എന്നാണ്. സോ അനാഥരാക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു. ആൻഡ് പ്രൊവൈഡഡ് ദം വിത്ത് എ ഹെൽത്തി എൻവയോൺമെന്റ്, എന്നിട്ട് അവർക്ക് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ അവർ എന്ത് ചെയ്യുന്നു, ജീവിപ്പിക്കുന്നു. ദ യൂത്ത് ആർ ഹീൽഡ് ഇൻ മൈൻഡ് ആൻഡ് ബോഡി, അവരുടെ മനസ്സിലെയും ശരീരത്തിലെയും മുറിവുകൾ ഹീൽ ചെയ്യുന്നു, ഉണക്കുന്നു. ആൻഡ് സെൻഡ് ദം ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി, എന്നിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക്, സൊസൈറ്റിയിലേക്ക് തിരിച്ചയക്കുന്നു. ആസ് സോഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസൺസ്. ദേ വർ ഓൾസോ ഗിവൺ ട്രെയിനിങ്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്തില്? ഇൻ എ യൂസ്ഫുൾ ഹാൻഡിക്രാഫ്റ്റ്, ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കൈത്തൊഴിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് കൂടെ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇസ് ദ ചാപ്റ്റർ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മേഡ്. ഇത്രയും കാര്യങ്ങൾ ഗംഭീരമായി പഠിക്കുക. ബാക്കിയുള്ള നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ഓൺസ് ആണ്. ഇതാണ് ഇതിന്റെ ബേസ്. ഈ ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ അടുത്തൊരു വീഡിയോമായി ഞാൻ വീണ്ടും നിങ്ങളെ കാണും. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഐ വിൽ സീ യു വിത്ത് യെറ്റ് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ. Until then, this is Nasser Fardeen, നിങ്ങളുടെ സ്വന്തം നാച്ചുസ, signing off from Xylem Learning. I love you all. Thank you.